സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അപകടരഹിതമായ ടൂറിസം വിനോദങ്ങൾ തുടരുവാൻ അനുമതി. വിഴിഞ്ഞത്തെ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. തീരദേശവാസികൾ ആശങ്കയിൽ. മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടി. കാലാവധി നീട്ടിയത് കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ. ബില്ല് കുടിശ്ശികകൾ പൂർണ്ണമായും കൊടുത്തു തീർത്തു. റേഷൻ വിതരണവും സാധാരണ നിലയിലെന്ന ഭക്ഷ്യവകുപ്പ്. പ്രതികൂല കാലാവസ്ഥയെ നേരിടാൻ വകുപ്പ് സജ്ജമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ. മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി ഇരുമുന്നണികളും. UDF നേതാക്കളും ഇന്ന് മണ്ഡലത്തിൽ വോട്ടർമാരിലേക്ക് ഇറങ്ങി. M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. BDJS സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന്. PV അൻവർ മത്സരിക്കുമോ എന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. മത്സരിക്കാൻ അനുമതി നൽകി തൃണമൂൽ ദേശീയ നേതൃത്വം. അൻവറിന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാം. മത്സര സാധ്യത തള്ളിക്കളയാതെ അൻവർ. അനുനയ നീക്കങ്ങളും ശക്തം. അൻവറുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്നു മുതലുള്ള ദുരിതത്തിലാണ് 5-8ഓളം വീട്ടുകാർ. ഈ കാണുന്ന മുഴുവൻ ചെളിയും എല്ലാ വീടുകളുടെയും മുന്നിൽ. ആരെയോടെങ്കിലും പറയാൻ പറ്റുന്നില്ല. ഇത്രമാത്രം ഒരു ദുഷ്ടതരം, കെടുകാര്യസ്ഥത. ദേശീയപാത നിർമ്മാണത്തിൽ വലഞ്ഞ് കോട്ടപ്പുറം നിവാസികൾ. വികസനത്തിന്റെ ഇരകളായി മാറി 8ഓളം കുടുംബങ്ങൾ. ഒഴുകി വരുന്ന മലിനജലം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിസ്സഹായാവസ്ഥയിൽ സമീപവാസികൾ. IPL-ൽ 2ാം ക്വാളിഫയർ ഇന്ന്. മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ആദ്യ കിരീടം ഉറപ്പിക്കാൻ പഞ്ചാബ്. ജയിക്കുന്ന ടീം ഫൈനലിൽ ബംഗളൂരുവിനെ നേരിടും. മഴ വില്ലനാകുമോ എന്നതിൽ ആശങ്ക. ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി PSG. ഇന്റർ മിലനെ തകർത്തത് എതിരില്ലാത്ത 5 ഗോളിന്. ഇരട്ട ഗോൾ നേടി 19-കാരൻ ഡിസിരെ ദുവെ. PSG-ക്ക് ഇത് കന്നി കിരീടം.